രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അഭയാർത്ഥികളായ യഹൂദരെ സഹായിച്ചു എന്ന കുറ്റത്തിന് നാസി തടവറയിൽ അടയ്ക്കപ്പെട്ട് സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ക്രിസ്തുവചനത്തിന് ജീവൻ പകർന്ന് അപരന്റെ ജീവൻ രക്ഷിക്കാൻ സ്വജീവൻ വെടിഞ്ഞ പോളണ്ടിലെ വിശുദ്ധ മാക്സ് മില്യൻ മേരി കോൾബെ. ബാല്യകാലത്തിൽ ഒരിക്കൽ പരിശുദ്ധ മാതാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് വീരോചിതമായ ജീവിതത്തെ പ്രതീകപ്പെടുത്തുന്ന വെളുത്ത കിരീടവും രക്തസാക്ഷിത്വത്തെ പ്രതീകപ്പെടുത്തുന്ന ചുവന്ന കിരീടവും കാണിച്ച് ഇതിൽ ഏത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ രണ്ടും തിരഞ്ഞെടുത്ത ഫ്രാൻസിസ്കൻ വിശുദ്ധൻ. അക്കാലത്തെ ആധുനിക സാങ്കേതിക വിദ്യകളായിരുന്ന ദിനപത്രം, റേഡിയോ നിലയം, വീഡിയോ സ്റ്റുഡിയോ എന്നിവയിലൂടെ പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ സ്നേഹത്താൽ മരിയൻ സന്ദേശം പ്രചരിപ്പിക്കാൻ അത്യധ്വാനം നടത്തിക്കൊണ്ട് ബഹുജന മാധ്യമങ്ങളുടെ അപ്പസ്തോലനായി മാറിയവൻ. സ്നേഹം ജീവിക്കുന്നത് ത്യാഗത്തിലൂടെയാണ് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് 1941 ജൂലൈ 24 വധിക്കപ്പെട്ട തടവുകാരൻ രക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നാസി പട്ടാളക്കാർ തീരുമാനിച്ചപ്പോൾ 9 മക്കളുടെ പിതാവായിരുന്ന ഫ്രാൻസിസിനെ രക്ഷിക്കാൻ വേണ്ടി മാക്സ് മില്യൻ കോൾബെ കൊലക്കളത്തിലേക്കുള്ള പകരക്കാരനാകാൻ തയ്യാറായി. പട്ടിണിക്കിട്ടിട്ടും മരിക്കാത്തതിനെ തുടർന്ന് മാരകവിഷം നിറച്ച ലീതൽ ഇഞ്ചക്ഷൻ ഓഫ് കാർബോസിലിക് ആസിഡ് കുത്തിവെച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയും മൃതദേഹം തീച്ചൂളയിൽ ദഹിപ്പിക്കുകയും ചെയ്തു. For Jesus Christ, I am prepared to suffer still more എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദർശം. പത്രപ്രവർത്തകർ, ലഹരിക്ക് അടിമയായവർ, കുടുംബങ്ങൾ, സത്യത്തിനു വേണ്ടി പോരാടുന്നവർ, തടവറയിൽ കഴിയുന്നവർ എന്നിവരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ മാക്സ് മില്യൻ.